ഈ ധർമ്മസന്ദേശ യാത്രയുടെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് നാം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ധർമ്മത്തിൻ്റെ നെടുന്തൂണായി നിലനിൽക്കുന്ന കുടുംബം, ആ കുടുംബ വ്യവസ്ഥ താറുമാറാകാൻ തുടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നു. അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നടതള്ളൽ. അതായത് മാതാപിതാക്കന്മാരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെയാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അവിടെ പ്രായമായ അച്ഛനമ്മമാരെ വഴിയിൽ കളയുന്ന ഒരു സാഹചര്യം. അടുത്ത കാലത്ത് മറ്റൊരു വാർത്ത കൂടി നേരിട്ട് കേൾക്കാനിടയായി. ഐവർ മഠം എന്ന് പറയുന്ന ഒരു ശ്മശാനം പാലക്കാട്ടുണ്ട്. അവിടുത്തെ അധികാരിയായ രമേശ് കൊരപ്പത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. ഒരു മരണം നടക്കുകയാണ്. ആ അച്ഛൻ്റെ മക്കള് രണ്ടുപേരും വിദേശത്താണ്. ആ മരണസമയത്ത് ഈ ഐവർ മഠത്തിൽ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വിദേശത്തുള്ള മക്കൾക്ക് സമയമില്ല. അവര് ഈ രമേശ് കോരപ്പത്തിനോട് പറയുകയാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ ചിതാഭസ്മം അയച്ചു തന്നാൽ മതി എന്ന്. വിദേശത്തേക്ക് ആ ചിതാഭസ്മം അയച്ചു തന്നാൽ മതിയാകും എന്ന്. ഈ രീതിയിൽ നമ്മുടെ സമൂഹ ശരീരമായ കുടുംബ വ്യവസ്ഥ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അച്ഛനമ്മമാരുള്ള അല്ലെങ്കിൽ മുതിർന്നവരോടുള്ള ബഹുമാനം അത് എത്രത്തോളം പുലരുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മനസംസ്കരണത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു വന്ന ഒന്നാണ്. അതൊക്കെ പതിയെ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് നാമജപം, വ്രതങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങളായിരുന്നു. എങ്ങോട്ടോ ചീറിപ്പായുന്ന മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയ ഈ വഴികളിലൂടെയാണ് നാം നാളിതുവരെ സഞ്ചരിച്ചു വന്നത്. നമുക്ക് ഭഗവത്ഗീതയിലൊക്കെ കാണാൻ സാധിക്കും, വായോരി വസു ദുഷ്കരം. മനസ്സിനെ നിയന്ത്രിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള മാർഗമെന്ന് പറയുന്നത് അഭ്യാസമാണ്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ചക്രിയതി. അത്തരത്തിലുള്ള അഭ്യാസത്തിന്റെ ഭാഗമായി നമ്മൾ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ, നാമജപം ഇവയൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അങ്ങനെ നമുക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ സാധിച്ചിരുന്നു. അതൊക്കെ അപ്രത്യക്ഷമാകുന്നു എന്നതിലുപരി അതിൻ്റെ സ്ഥാനത്തേക്ക് ലഹരി ഉപയോഗം വർദ്ധിച്ചു വന്നിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലുടനീളം ഏകദേശം
അധികം ബാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്കൂളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ബാറുകൾ എന്ന നിലയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന അസമത്വം, പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമൂഹം ബിസിനസ് രംഗത്തിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഫലമായി ഭൂരിപക്ഷ സമൂഹം കേരള സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് രസകരമായൊരു സംഭവമുണ്ടായി. ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ്. അപരിചിതനായ ഡ്രൈവർ നയാര എന്ന പെട്രോൾ പമ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനും ബിസിനസ് ഒക്കെ ഉണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് നായർ സമുദായം എന്നുള്ള നിലയിലാണ് ഈ നയാര പെട്രോൾ പമ്പിനെ കണ്ടത്. അപ്പോ ഒരു ബിസിനസ് പോലും നടത്താൻ പറ്റാത്ത ഒരു സമൂഹമായി ഭൂരിപക്ഷ സമൂഹം മാറി എന്ന് ചുറ്റുമുള്ളവർ വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിലെ കൂലിക്കാരായി മാറിയിരിക്കുന്നു. കേവലം 10,000-ഓ 20,000-ഓ ശമ്പളമുള്ള കൂലിക്കാരായി ഭൂരിപക്ഷ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? ചെറുപ്പക്കാർക്ക് മാത്രമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതിനൊക്കെ ഉത്തരവാദി ഞാനും നിങ്ങളും ഒക്കെയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. Take the whole responsibility in our shoulders എന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഒന്ന് ആലോചിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നിരവധിയാണ്. ഈ പ്രശ്നങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അത്രമാത്രമല്ല. നമുക്ക് ചിന്തിക്കാനുള്ളത് പരിഹാരത്തെ പറ്റിയാണ്. ആ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാരെ പിന്തുടരുക എന്നുള്ളതാണ്. ഗുരുക്കന്മാരുടെ വഴികളെ പിന്തുടരുക. വിവേകാനന്ദ സ്വാമികൾ നമ്മെ ബോധ്യപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയായിരുന്നു. ഡോക്ടർ പൽപു വിവേകാനന്ദ സ്വാമികളുടെ മുമ്പിൽ കേരളത്തിലെ ഒരു സവിശേഷ സാഹചര്യം, അന്നത്തെ സമൂഹത്തിന്റെ മലീമസമായ അവസ്ഥ ബോധ്യപ്പെടുത്തിയപ്പോൾ ഡോക്ടർ പൽപുവിനോട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ഈ സമൂഹത്തിൽ ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഈ നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ആ ആധ്യാത്മികതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പരിവർത്തനം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരമൊരു ഉപദേശം ഡോക്ടർ പൽപുവിന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുദേവനെ കാണുകയും SNDP യോഗം എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. 1888 അരിയുപ്പുറത്ത് നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയിരുന്നു. എങ്കിലും ഇത്തരത്തിൽ സമൂഹ ശരീരത്തിലേക്ക് വളരുന്ന വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ വികസിച്ചിരുന്നില്ല. അതിനൊക്കെ കാരണം ഈ ഡോക്ടർ പൽപു ആണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ ഡോക്ടർ പൽപുവിനോടുള്ള ഉപദേശിതായിരുന്നു ഒരു സന്യാസിയുടെ കീഴിൽ, ഒരു ആധ്യാത്മിക പുരുഷന്റെ കീഴിൽ അണിനിരക്കുക. അങ്ങനെ SNDP യോഗം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും അതിനെ പിൻപറ്റിക്കൊണ്ട് മറ്റ്
സാമുദായിക സംഘടനകൾ രൂപപ്പെടുന്നതും അങ്ങനെ കേരള സമൂഹം മാറുന്നതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു കാര്യം നാം മനസ്സിൽ വെക്കേണ്ടതുണ്ട്. നാം ഒന്നിച്ച് ശ്രമിക്കുകയാണ് എങ്കിൽ, ഒത്തുപിടിച്ചാൽ ഏതൊരു പരിവർത്തനവും നമ്മുടെ നാട്ടിൽ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. 1897 മദ്രാസിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, അന്നത്തെ കാലത്ത് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ, വിവേകാനന്ദ സ്വാമികൾ തന്നെ നേരിട്ട് കണ്ടതാണ്, ഇവിടെ അജ്ഞതയും പട്ടിണിയും രോഗവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം. ആ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യൻ ജനതയോടായി പറഞ്ഞു, ഇനിയും ഒരു 50 വർഷത്തേക്ക് ഏതൊരു ഭാരതീയന്റെയും സ്വപ്നം, ഏതൊരു ഭാരതീയന്റെയും ഇഷ്ടദേവത അത് ഇന്ത്യയായിരിക്കണം, ഭാരതമായിരിക്കണം. ഇനി മുതൽ ഭാരതാംബയായിരിക്കണം ഒരു 50 വർഷത്തേക്ക് ഇന്ത്യക്കാരുടെ ഇഷ്ടദേവത. ഇത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് 1897 കൃത്യം 50 വർഷത്തിന് ശേഷം 1947 ഇന്ത്യ സ്വതന്ത്രയാവും. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ആ ദീർഘദർശനം എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ സന്യാസ ശ്രേഷ്ഠരും ഒന്നിച്ച് ഒരു വലിയ പ്രവർത്തന പദ്ധതിയുമായി കേരള ജനതയ്ക്ക് മുമ്പിലേക്ക് വരികയാണ്. ഈ ഒരു സാഹചര്യം നമുക്ക് മുതലെടുക്കുവാൻ സാധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ നിന്നും നാം പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അവസരം ഈ രീതിയിൽ പെട്ടെന്ന് വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ലക്ഷ്യം എന്നത് കേരള സമൂഹത്തെ ആകെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ മഠങ്ങളിലെയും എല്ലാ ആശ്രമങ്ങളുടെയും സന്യാസിമാര് ഒന്നിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാർ ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ള ഒരു സന്ദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി മാറേണ്ടത് ഏതൊരാളുടെയും, ഏതൊരു സനാതനധർമ്മ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാം ഉദ്ദേശിക്കുന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ കേരള ജനതയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. Arise, awake and stop not till the goal is reached. ഉണരുക, എണീക്കുക, ലക്ഷ്യത്തിലെത്തുന്നിടം വരെ നിൽക്കാതിരിക്കുക എന്നുള്ള വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു വലിയ വചനത്തെ ഏവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് എല്ലാവിധമായ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.